ഒരു സ്വപ്നമാണ് ഇവരൊക്കെ. അല്ലാതെ അവരൊന്നും ഓട്ടോമാറ്റിക് ആയിട്ട് ആരെയും പറ്റിച്ചിട്ടോ ആരെയും വെറുത്തിട്ടോ ഉണ്ടാക്കിയതല്ല. ഒരാളും ഇന്ന് കുറ്റം പറയോ? എത്ര മൾട്ടി ലെവൽ മാർക്കറ്റ് ഇവിടെ വന്നു പോയി, എത്ര ആളുകള് പണം നഷ്ടപ്പെട്ടു. നമ്മൾ ആരെങ്കിലും തെരഞ്ഞു വരുമോ? നമ്മൾ ആരെങ്കിലും തെരഞ്ഞു വരോ? നിന്റെ സോപ്പ് പിടിച്ചിട്ട് എനിക്ക് ഇത്ര നഷ്ടപ്പെട്ടു, എന്റെ പണം ഇത്ര പോയി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വരുമോ നമ്മളെ തെരഞ്ഞിട്ട്? ഇതുവരെ ഇതിലുണ്ടായിരുന്നു ഒരു ലീഡർ ഉണ്ടായിരുന്നു വേറെ ടീമിലുള്ള, അവര് വേറൊരു കമ്പനി പോയപ്പോ എന്റെ ലീഡറെ വിളിക്കും. എന്റെ ലീഡർ ഹംസ സാറെ വിളിച്ചിട്ട് പറയും, ആ അൻവർ സാറാ നമ്പർ തരുമോ, നിങ്ങൾ ഏതായാലും എന്റെ ഒപ്പം വരൂല, അവനൊന്ന് കേച്ചിലാക്കി കൊടുക്കുക, അവൻ പാവം ചെക്കനാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞു, മാഡം ഞാൻ ഇതിന്റെ പ്ലാന് പഠിച്ച വ്യക്തിയാണ്, നിങ്ങൾ ഇത് ചെയ്തിരുന്ന വ്യക്തിയാണ്, നിങ്ങൾ പ്ലാൻ പഠിക്കാത്തത് കൊണ്ടാണ് ഇതിന്ന് പോയത്, ഞാൻ പ്ലാൻ പഠിച്ച വ്യക്തിയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, അൻവർ സാറേ എനിക്ക് ഈ ആഴ്ചയിൽ ഇത്ര വരുമാനം ഉണ്ട്, ആയിക്കോട്ടെ എത്ര കാലം കിട്ടും, വെയിറ്റ് ആൻഡ് സീ, നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ വിളിക്കണം, ഒരു കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളെ വരുമാനം എനിക്ക് പറഞ്ഞു തരണം. ഇന്ന് ആ കമ്പനി ഇല്ല, എത്രയോ കടമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, വീട്ടിൽ ഉള്ളിലിരിക്കാണ്, ആളുകൾ എടുത്തുനിന്ന് കാശ് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അതിന്റെ മറുപടി പറയണ്ടേ? അവര് നമ്മൾ ഒരാളെടുത്ത് കാശ് നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? അവരിന്ന് ആ കമ്പനി ഇല്ല, ഈ കമ്പനി ഇല്ല, നമ്മളോ അന്നും ഇന്നും അൻവർ ഇതിലുണ്ട്. കാരണം എന്താ? അൻവർ പ്ലാൻ പഠിച്ചു, അതുകൊണ്ട് ഇതിൽ നിന്നു. ഇതുപോലെയാണ് നമ്മൾ പഠിക്കണം. ആരെങ്കിലും ഒരാൾ വന്നപ്പോ അതല്ല ഇതല്ല എന്ന് പറയുമ്പോ നമ്മളും ചിന്തിക്കും, അതല്ലേ. നമ്മൾ ചിന്തിക്കേണ്ടതാ, എനിക്ക് നാളെ വരുമാനം, നാളെ 10-ാം തീയതി വരുമാനമില്ലേ, നിങ്ങൾ വരുമാനം ഇല്ലാതാവുമ്പോ നിങ്ങൾ ചിന്തിക്കരുത് എന്ത്, എനിക്ക് വരുമാനം ഇല്ലല്ലോ. അപ്പൊ നിങ്ങളെ വീട്ടിലെ വലിയ അൽമാര ഉണ്ടാവില്ലേ, അൽമാരിന്റെ മുമ്പിൽ വലിയ ഗ്ലാസ്സാ, നമ്മള് ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് അതിലേക്ക് നമ്മള് ഫോക്ക് ചോദിക്ക, എന്തുകൊണ്ട് നിനക്ക് വരുമാനം ഉണ്ടായില്ലടാ? ചോദിക്കണം നമ്മൾ, എന്തുകൊണ്ട് ഉണ്ടായില്ല? നീ ചെയ്തില്ല, അതുകൊണ്ട് വരുമാനമില്ല. നിനക്ക് ചെയ്യാനെങ്കിൽ വരുമാനം ഇല്ല, ചെയ്തവര് വരുമാനം വാങ്ങിയില്ലേ? അത് നമ്മൾ ചോദിക്കണം, നമ്മളോട് ചോദിക്കണം, നിനക്ക് എന്തുകൊണ്ട് വരുമാനമില്ല? നീ ചെയ്തില്ല, അതുകൊണ്ടാണ് വരുമാനം ഇല്ലാത്തതെന്ന് പറയണം. അത് പറയാനുള്ള ഒരു ആർജവം നമുക്ക് വേണം. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ എന്തേ കിട്ടി എന്ന് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കണ്ട, പറയുമ്പോൾ ശരിയാണ്, എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ ചെയ്യാത്തത് കൊണ്ടാണ് കിട്ടാത്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കിട്ടും. ഇന്ന് ആയിഷ മാഡം UCD ആയിട്ടുള്ളൂ അല്ലേ? നമുക്ക് ഒരു 16 ടീമിട്ട് നമ്മൾ പറയാം, നമ്മളെ പേര് DUCD എന്നല്ലേ, നമുക്ക് 10 ലക്ഷം ഉണ്ടാക്കിക്കൂടെ? ആയിഷ മാഡത്തിനെക്കാട്ടും 8 കൊല്ലം മുമ്പ് വന്ന മിനി മാഡത്തിനെക്കാട്ടും മുകളിലേക്ക് നമുക്ക് എത്തിക്കൂടെ? അത് എത്താൻ പറ്റും. എന്റെ അടിയിൽ ഞാൻ ഗോൾഡ് ഡയറക്ടർ അല്ലേ, എന്റെ അടിയിൽ സ്റ്റാർ ഡയറക്ടർ ഉണ്ട്, എന്റെ അടിയിൽ ഒരു സ്റ്റാർ ഉണ്ട്, ഒരു ഗോൾഡ് ഉണ്ട്, ഒരു സിൽവർ ഉണ്ട്. അതുകൊണ്ടാണ് എന്താ, അതുകൊണ്ട് ഞാൻ അത് അവരെ കറക്റ്റ് ആക്കിയത് കൊണ്ട് എനിക്ക് വരുമാനം ഉണ്ട്. അത് കാണും. നമ്മളതിനെക്കാട്ടും നമ്മളെ അടിയിലുള്ളവരെ നമ്മൾ ഉയർത്തണം.